അമ്മാവന്റെ അടുത്തുള്ള ഒരു റെസ്പെക്റ്റിന്റെ പേര് പറയാണ്. നടക്കണ കാര്യം വല്ല ചിന്തിക്കും. നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ തലയിൽ കൊണ്ട് നടക്കുന്നത്? നിങ്ങൾ എടാ ഞാന് അവളുടെ അമ്മാവനാണ്. അതുകൊണ്ട് അവക്ക് നല്ലൊരു കാര്യം വരുമ്പോഴും അവക്ക് എന്നെയാണ് ഇഷ്ടം. മനസ്സിലായോ? നിനക്ക് തിരിച്ചിഷ്ടമുണ്ടാ? എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവൾ എന്നെ ഇഷ്ടപ്പെട്ടത്. മനസ്സിലായോ? അതാണ് ഞാൻ പറയാൻ വന്നത്. നിനക്ക് ആ കൊച്ചുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ നീ അതിനെ കുറിച്ച് നരയിപ്പിക്കാതെ അങ്ങ് ഒഴിഞ്ഞു മാറുക. നല്ല 1 ലക്ഷം രൂപ ശമ്പളത്തിൽ ഒരു ആള് വന്നിട്ടുണ്ട്, അവനെ കെട്ടിച്ചു കൊടുത്ത് അവൾ സന്തോഷമായിട്ട് ജീവിക്കും. നീ മാറി നിന്ന് കൈയും കെട്ടി ഇങ്ങനെ നിന്നിട്ട് ഈ 1 ലക്ഷം ആസ്വദിക്കണം. ഈ 1 ലക്ഷം രൂപയുടെ ആള് അവളെ മര്യാദയ്ക്ക് നോക്കും. നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? ഒരു സമയത്ത് അവൾ ഇട്ടിട്ട് പോയാലോ? ഇട്ടിട്ട് പോകൂല. ഒരു കാര്യം പറയാം, എനിക്ക് അവളില്ലാതെ പറ്റൂല. ഞാൻ അവളുടെ കൂടെ ജീവിക്കത്തുള്ളൂ. ഞാൻ തീരുമാനിച്ചു വാഴപ്പടയിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വാഴപ്പടയിൽ വെച്ച് ഞങ്ങൾ എന്താണ് വേറെ പിന്നെ വാങ്ങണം. എന്ത് പോലീസുകാരനാണ്? കാര്യം എന്താന്ന് വെച്ചാൽ പറ. കാര്യം എന്താന്ന് വെച്ചാൽ പറ. സീരിയസ് ആയിട്ട് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എവിടെ നിൽക്കുന്നു? എന്ത് എനിക്കിവിടെ വന്നുകൂടി? ഞാൻ നിന്റെ അടുത്തല്ല പറഞ്ഞത്, ഞാൻ അവനെ കാണാനാണ് വന്നത്. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത് മാറ്റി നിർത്തി ലാഗിടാ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്നത് മാറ്റി നിർത്തി പറയണമെന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പറ. അതായത് ഞാൻ മൂകാംബികയിൽ എൻ്റെയും ചാരുവിൻ്റെയും ജാതകം കൊണ്ട് കൊടുത്തു കുട്ടൻ ജോത്സ്യൻ്റെ അടുത്ത്. കുട്ടൻ ജോത്സ്യൻ പറഞ്ഞത് 10ൽ 10 പൊരുത്തമെന്നാണ്. അത് മാത്രമല്ല, ഞാൻ അവളെ കെട്ടിക്കഴിഞ്ഞാൽ അവൾക്കും എനിക്കും വച്ചടി കയറ്റം. മനസ്സിലായില്ലേ? അപ്പം എത്രയും പെട്ടെന്ന് എൻ്റെയും ചാരുവിൻ്റെയും കല്യാണം നടത്തണം. പറ്റിയ സമയത്താണ് ബാക്കി എന്തെങ്കിലും നീ അതിൽ നിന്ന് പിന്മാറണം. ആര് പിന്മാറണം? ആര് പിന്മാറുന്ന കാര്യം നീ ആരെടുത്ത് ആരെ മുമ്പിൽ വെച്ച് ആരെ കാര്യോടാ പറയണത്? വിളിക്കണം നീ. പിന്നല്ലാതെ നീ അവന്റെ അടുത്തൊന്ന് പറയണത്. നീ അവനല്ല ചാരുവിന്റെ അച്ഛൻ, ഞാനാണ് ചാരുവിന്റെ അമ്മാവൻ. കാര്യങ്ങൾ തീരുമാനിക്കണത് അവനല്ല, ഞാനാണ്. കേട്ടാ? നിനക്കും കൂടെ കേൾക്കാൻ വേണ്ടി പറയാണ്. ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, ടെക്നോ പാർക്കിൽ ആ ചെറുക്കനെ കെട്ടുള്ളൂ. 1 ലക്ഷം രൂപ ശമ്പളമുള്ള ചെറുക്കൻ. കേട്ടാ? 2 പേര് അതിന് കോരുന്ന വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ. എവിടെ വാങ്ങിയൊക്കെ ഒന്നുമില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ ഡയലോഗ് പറഞ്ഞാലും കെട്ടൂല. അത് നമുക്ക് നോക്കാം. ടെക്നോ പാർക്കിലോ ഗാന്ധി പാർക്കിലോ പോ. ചെല്ലേ മറ്റേ കുട്ടൻ ജോലിസിന്റെ അടുത്ത്. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ പ്രശ്നം? അല്ല, ഞാൻ എടുത്തോളാം. കുട്ടൻ ജോത്സ്യന്റെ അടുത്ത് പറഞ്ഞു എന്തോ മര്യാദയ്ക്ക് പിന്മാറാൻ മനസ്സില്ല. കുട്ടൻ ജോത്സ്യൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ അത് കേൾക്കാൻ പോണത്? നിങ്ങൾ നടക്കൂല. നിങ്ങൾ പിന്നെ ഡയലോഗ് അടിക്കണം. നിങ്ങൾ ജീപ്പില്ലേ? എടാ 10ൽ 10 പൊരുത്തം. ആർക്ക്? എനിക്കാ? നിനക്കല്ല. പിന്നെ എവനാ? 10 പൊരുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്താണ് വേണ്ടത്? 10ാം ക്ലാസ്സിലെ കാര്യം നീ പിന്മാറണം. ഞാൻ പിന്മാറിയിട്ട് നിങ്ങൾ പണിക്ക് പോവേ. എന്റെ പൊന്ന് ബ്രാഞ്ച് കുട്ടനെ പിടിച്ച കിഴങ്ങ എന്റെ ഓഫീസിൽ വന്ന് പോലീസിനെ എറിയ ഞാൻ ഇപ്പം